400C നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചോ ഈ വണ്ടി എടുക്കണോ വേണ്ടയോ എന്ന്. പാവപ്പെട്ടവൻ്റെ സൂപ്പർ ബൈക്ക് എന്ന് തന്നെ നമുക്ക് ഈ വണ്ടിയെ വിശേഷിപ്പിക്കാം. ഈ വണ്ടിക്ക് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 1,85,000 മാത്രമേ വരുന്നുള്ളൂ. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയ വണ്ടി ഈ ഒരു റേറ്റിന് വർത്തായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഈ ഒരു വണ്ടിയുടെ അഗ്രസീവ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത്. അത്ര കിടിലൻ ലുക്കിലാണ് ഈ ഒരു ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് സൂപ്പറാണ്, അടിപൊളിയാണ്. USD ഫോർക്കാണ് കമ്പനി നമുക്ക് NSന് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിഡിലസ് സ്റ്റെബിലിറ്റിയും കംഫർട്ടും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടും. 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് വിത്ത് നൈട്രോക്സ് ആണ് ഈ വണ്ടിക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയും റൈഡിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ബജാജ് ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. ഡുവൽ ABSും കാര്യങ്ങളുമാണ് നമുക്ക് ഈ NSൽ വരുന്നത്. 320mm ഡിസ്ക്കാണ് ബജാജ് NSന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പക്ക കിഡിലം ബ്രേക്കിംഗ് എഫിഷ്യൻസി ആയിരിക്കും NS നമുക്ക് തരുന്നത്. റിയർ ബ്രേക്കിലോട്ട് വരുമ്പോൾ 230mm ഡിസ്ക്കാണ് നമുക്ക് റിയർ ബ്രേക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് പെർഫോമൻസ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഡിസ്കിൽ നിന്ന് കിട്ടും. ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വണ്ടിയുടെ ത്രോട്ടിൽ റൈഡ് ബൈ വയർ സിസ്റ്റമാണ് ബജാജ് നമുക്ക് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി നല്ല സഡൻ പിക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടും. ഈ വണ്ടിയുടെ ടയർ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ 140, 70, 17 എന്ന് പറയുന്ന ഒരു ടയർ സൈസാണ് റിയർ സൈഡിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ വന്നിരിക്കുന്നത് 110, 70, 17 എന്ന് പറയുന്ന സൈസാണ് ഫ്രണ്ട് ടയറിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി കൂടുതൽ സ്റ്റെബിലിറ്റി ആയിരിക്കും. ഈ ഒരു വണ്ടിയുടെ റൈഡിംഗ് പോസ്റ്റിനാണ് എടുത്ത് പറയേണ്ടത്. നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു റൈഡിംഗ് പോസ്റ്റിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഈ ഒരു ടാങ്കിൽ നമുക്ക് 12 ലിറ്റർ കപ്പാസിറ്റി ഉണ്ടാവും. കയറി ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു സ്പോർട്ടി ഫീൽ ചെയ്യും. വലിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സീറ്റിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ പക്കയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് NS തരുന്നുണ്ട്. വെയ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 174 കിലോയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ലൈറ്റായിട്ടുള്ളൊരു വെയിറ്റ് തന്നെയാണ്. ഡൊമിനാറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡൊമിനാറിനെക്കാട്ടിയും വെയിറ്റ് കുറവാണ്. ഈ വണ്ടിക്ക് ബൈ ഫങ്ഷണൽ പ്രൊജക്ടർ LEDs ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലുള്ള വിസിബിലിറ്റി എന്ന് പറയുന്നത് സൂപ്പറായിരിക്കും. ഫ്ലാഷിംഗ് DRLs ആണ് ഈ വണ്ടിക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആ ഒരു DRLs തന്നെയാണ്. അഗ്രസീവ് ലുക്ക് തന്നെയാണ് നമുക്കൊരു ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു LED DRL ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. എടുത്തു പറയേണ്ട ഒരു കാര്യം, ബജാജ് ഈ വണ്ടിയിൽ ട്രാക്ഷൻ കൺട്രോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ NS യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഈ വണ്ടിയുടെ എൻജിൻ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മാരക പെർഫോമൻസാണ്. 373cc എൻജിനാണ് നമുക്ക് NS ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. 8800 RPMൽ 40 PS പവറാണ് നമുക്ക് ലഭിക്കുന്നത്. 6500 RPMൽ 35 Nm ടോർക്കും ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാരക പവർഫുൾ എൻജിനാണ് NS400ന് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ക്ലച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സ്ലിപ്പർ ക്ലച്ചാണ് കമ്പനി ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മളിത് ഈ ഒരു പ്രൊജക്ടർ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ DRLൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞതുണ്ടോ, അത് വണ്ടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. മറ്റൊരു പ്രത്യേകതയാണ് ഈ വണ്ടിയുടെ ഹസാർഡ്. ഈ വണ്ടിക്ക് ഹസാർഡ് വരുന്നുണ്ട്. ബജാജ് ആദ്യമായിട്ടാണ് 400ലാണ് ഹസാർഡ് ഇറക്കിയത്. ഡൊമിനാറിനൊന്നും ഹസാർഡ് വന്നിട്ടില്ല. മറ്റൊരു ഫീച്ചറാണ് ഈ ഹസാർഡ്. നമ്മൾ ഈ ചായ ഊരി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഹസാർഡ് ഇങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഈ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഈ ഹസാർഡ് വേണമെങ്കിൽ ഇട്ടിട്ട് പോകാം. ചാവി നമുക്ക് കയ്യിലെടുത്തുകൊണ്ട് തന്നെ പോകാം. ഒരു സ്വിച്ച് മൊഡ്യൂളിൽ തന്നെ നമുക്ക് ഹസാർഡിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹസാർഡിൻ്റെ 4 ഇൻഡിക്കേറ്റർ എല്ലാം വർക്കാവും. ഈ വണ്ടിയുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഒരു കിടിലം മാസീവായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. കളർ LED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയിൽ ഒരുപാട് അധികം ഫീച്ചേഴ്സ് തന്നെ വരുന്നുണ്ട്. ഈ വണ്ടിയിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു പ്രത്യേകത. പിന്നെ നാവിഗേഷൻ സിസ്റ്റം എല്ലാം ഈ വണ്ടിയിൽ വരുന്നുണ്ട്. എല്ലാം നമുക്ക് ബ്ലൂടൂത്ത് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ വണ്ടി നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാം. ഈ സ്വിച്ച് വഴി നമുക്ക് വോളിയം കൂട്ടാം, കുറയ്ക്കാം. കോൾസ് വരുവാണെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കോളിംഗ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ വരും. നമുക്ക് അറിയാൻ പറ്റും. വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. തന്നെ SMS കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ പോലെ തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ പ്രവർത്തിക്കുന്നത്. നമുക്ക് വരുന്ന SMS-ഉം കോൾസും ബാറ്ററിയുടെ ചാർജ് സഹിതം എത്ര ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ കൂടെ അറിയാൻ പറ്റും. ഈ വണ്ടിക്ക് 4 മോഡുകളാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. റോഡ് മോഡുണ്ട്, സ്പോർട്സ് മോഡുണ്ട്, റെയിൻ മോഡുണ്ട്, ഓഫ് റോഡ് മോഡുണ്ട്. അപ്പോൾ ഏത് കണ്ടീഷന് വേണമെങ്കിലും നമുക്ക് സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. LED-യിലാണ് ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ വന്നിരിക്കുന്നത്. അണ്ടർബെല്ലി എക്സോസ്റ്റ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. 4 കളറുകളിൽ ഈ വണ്ടി അവൈലബിൾ ആണ്. ബ്ലാക്ക്, റെഡ്, ഗ്രേ, വൈറ്റ്.
ഈ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് വർക്കലയിലെ കല്ലിങ്കൽ ബജാജിലെ പ്രശാന്ത് ബ്രോ ആണ്. ഈ വണ്ടി ബുക്ക് ചെയ്യാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ വർക്കലയിലെ കല്ലിങ്കൽ ബജാജിലെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.